2 ദിവസം മുന്നേ സാറിന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഞങ്ങൾ കണ്ടു. നമുക്കതൊന്ന് കാണാം. ഓക്കെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കദളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ കഥകളിൽ കളിയാടാൻ മൂകമായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രി. സൂപ്പർ. ശരത് സാർ, ഇത് ഞങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. സാർ പോസ്റ്റ് ഇട്ടേക്കുന്നതാണ്. ഈ കമന്റ് നമ്മൾ വായിച്ചു. ആ ചേച്ചി ഏതോ ജോലിക്ക് നിൽക്കുന്ന ടൈമിലാണ് സാറിന്റെ ഈ ഒരു പാട്ട് പാടിയത്. എങ്ങനെയാണ് ഈ ഒരു വീഡിയോ കിട്ടിയത്? അതിന്റെ പിന്നിലൊരു കഥ നമ്മളോട് പറയോ? കഥയില്ല, സത്യം, പച്ചയായ സത്യം. സത്യം. ഈ വീഡിയോ വൈറലാന്നുള്ള എന്റെ വൈഫ് പറഞ്ഞു, ഇങ്ങനെ ശരത്തേട്ട പാട്ട് പാടി എവിടെയോ നിന്ന് ഒരു വയലിന്റെ കരയെന്നാണ് അവള് പറഞ്ഞത്. അവിടെ നിന്ന് ചുമ്മാ പാടുന്നു, പക്ഷെ നല്ല രസമുണ്ട് കേൾക്കാനും. അപ്പൊ ഇത് എനിക്ക് അയച്ചു തന്നത് എൻ്റെ ഒരു ഫാൻസ് ക്ലബുണ്ട്, SFC. അതില് സുജിത്താണ് എനിക്ക് ഈ വീഡിയോ അയച്ചു തരുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. സത്യമായിട്ട് ആ ഒരു സോൾ ഉണ്ടായിരുന്നു ആ പാടിയത്. എനിക്ക് ആസ് എ കമ്പോസർ എനിക്ക് കുറെ സന്തോഷമായി. അതെ. എന്നിട്ട് വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചു, സംസാരിച്ചു. അത് നമുക്ക് അടുത്ത് കാണാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതൊക്കെ സത്യമാണ്. അത് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. കാണണോ? കണ്ടാ കൊള്ളാം. കാണണോ? പിന്നെ വിളിക്കട്ടെ? ചേച്ചി ഇങ്ങ് പോരെ. ചേച്ചി, ഹലോ, എന്ത് രസായിട്ടാ പാടിയേ. താങ്ക് യു. സാറിനെ കാണണം എന്ന് പറഞ്ഞു. സാറിനെ ഇപ്പൊ കാണാതെ സാർ ഇവിടെ ഇരിക്കാണ്. സന്തോഷം, കുറെ സന്തോഷം. വീഡിയോ കോൾ ചെയ്ത് കണ്ട് കാണാമെന്ന് പറഞ്ഞു. അതിനുപരി എനിക്ക് ഇപ്പൊ നേരിട്ട് കാണാം. ഇപ്പൊ ഇത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിന് വിഷമമുണ്ടോ? എല്ലാം വളരെ പെട്ടെന്ന് എനിക്ക് എന്തോ പറയാൻ പറ്റുന്നില്ല എനിക്ക്. സത്യം. ചേച്ചി, എന്തോ? ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് കമലാക്ഷി. എവിടെയാ നാട്? നാട് കൊല്ലം ജില്ലയില് കലവാളൂർ പഞ്ചായത്തിൽ. നമ്മുടെ നാടാ. അതാണ് വരുമ്പോ കാണാന്ന് പറഞ്ഞല്ലേ? അതെ. ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് കൊള്ളാം കേട്ടോ. ആരാ ഈ വീഡിയോ എടുത്തത്? എന്റെ ഒരു മാമനാണ്. ഈ മാമൻ എന്നോട് പറഞ്ഞു, മോളൊരു പാട്ട് പാടുന്ന പാടി. അത് പിടിച്ചു. പിന്നെ എന്റെ കൂടെ വന്നിട്ടുണ്ട്. റെസ്റ്റ് എടുക്കുന്ന സമയം, തൊഴിലുറപ്പ് സമയത്ത് എന്നോട് ഈ പാട്ട് എനിക്ക് ഭയങ്കരമായി ഇഷ്ടമാ, ഇത് പാടി ഫലിപ്പിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട്. എപ്പോഴും ഞാൻ മൂളി നടക്കുന്ന ഒരു പാട്ടാണിത്. അപ്പം ഈ പാട്ട് തന്നെ പാടാൻ, ഏതെങ്കിലും ഒരു പാട്ട് പാടും മോളെ എന്നാ പറഞ്ഞത്. എനിക്കിതായിരുന്നു ഇഷ്ടപ്പെട്ട, ഞാനിത് പാടി. അപ്പം പുള്ളിക്ക് ഇത് യൂട്യൂബിലിടാനോ വാട്സപ്പ് ഇടാനോ ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ കലവാളൂർ പഞ്ചായത്തിലൊരു ആശാപ്രവർത്തകയായ സരസ്വതി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഇട്ടുകൊടുത്ത്, അദ്ദേഹമാണ് എന്നെ ഇപ്പൊ ഈ ഫ്ലോറിൽ എത്തിക്കാൻ എന്നെ കാരണമായത്. ആ ആള് വന്നിട്ടുണ്ട് എന്റെ കൂടെ. എന്റെ വണ്ടിക്കൂലിയും ചെലവും എല്ലാം ആഹാരവും എല്ലാം വാങ്ങിത്തന്നെ എന്നെ ഈ ഫ്ലോറിൽ എത്തിച്ച വ്യക്തി അവിടെ ഇരിപ്പുണ്ട്. സരസ്വതി. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞാൻ ചേച്ചി പറയുന്ന ഇങ്ങനെ കേട്ടിരുന്നതാ. സോറി. താങ്ക് യു സരസ്വതി ചേച്ചി. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ എന്തായാലും ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് ശരത് സാർ ഇവിടെ ഉണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് ലൈവ് ആയിട്ട് കേട്ടാലോ? പിന്നെന്താ, ഉറപ്പായിട്ട്. പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ
ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്യമായി ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂമാനമായി എൻ്റെ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. സൂപ്പർ. അടിപൊളി. ചേച്ചി നാണിച്ചു പോയി. ആ കേവലാനന്ദാമൃത തിരയായി നീരാടിന പുത്തിലഞ്ഞി ചോട്ടിൽ മലമുത്തുകോ. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇവിടെ മുന്നേ ഓടി വന്നില്ലേ, അതെ. അത്ര മനോഹരമായിട്ട് പാടി. വിഷമിക്കരുത്, ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ആളുകൾ വിചാരിക്കുക എന്നെ കണ്ടതിന്റെ വിഷമമാന്ന്. അല്ല സാർ, സന്തോഷം കൊണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത്രയും സഹായിച്ചു തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ വീട്ടിൽ എൻ്റെ തൊഴിലുറപ്പിലുള്ള എല്ലാ കൂട്ടുകാരെല്ലാവരും കൂടിയാണ്. പാട്ട് പഠിക്കാനൊരു മാർഗമൊന്നുമില്ല എനിക്ക്. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കേട്ട് പഠിക്കാം. ഇത് മോള് വീട്ടിൽ വരുമ്പോൾ മോളുടെ ഫോണിൽ നിന്നാണ് എനിക്ക് പാട്ട് എഴുതി തരുന്നതും ഇരുന്ന് പഠിക്കുന്നതും ഒക്കെ. അല്ല, ഇപ്പൊ പഠിക്കാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ടോ? ഞാൻ ഏർപ്പാടാക്കി തരട്ടെ. താങ്ക് യു. എന്നാ സാർ, അല്ല, ഞാൻ ഉറപ്പായിട്ട് ഏർപ്പാടാക്കി തരാം. അതിലൊരു ഡൗട്ടും ഇല്ല, ഞാൻ ഉറപ്പായിട്ട് ഏർപ്പാടാക്കി തരാം കേട്ടോ. പഠിച്ചോണം. ഞാൻ അങ്ങോട്ട് ഒരു വർഷം കഴിയുമ്പോ അവിടെ വന്ന് നോക്കും. അരങ്ങേറ്റം നടത്തണം അവിടെ. അതെ, ഒരു അമ്പലത്തിലെ പ്രോഗ്രാം പിടിച്ചുതരാം. ഓ സൂപ്പർ. അപ്പൊ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. എന്തൊക്കെയാലും കുഞ്ഞു എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ട് തീർച്ചയായിട്ടും. അവരൊക്കെ നല്ല ഹൃദയത്തിന് ഉടമകളാണ്. ഷാനാണെങ്കിലും ഹരിയാണെങ്കിലും. കാണുന്നുണ്ട്. ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആ പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇത് തീരുന്നവരെ കേട്ട് ഇരിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ പരിപാടികളെല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഏറെക്കുറെ കുഞ്ഞുങ്ങളുടെ പാട്ടുകൾ കേട്ടും കൂടെ ഞാൻ പഠിച്ചെന്ന് പറയാം. ഇവിടുന്ന് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും ഇതെല്ലാം ഞാൻ ഇത് കണ്ടാണ് പഠിക്കുന്നത്. വെരി ഗുഡ്. ഇന്ന് റിയാലിറ്റി ഷോ കണ്ട് പഠിക്കണ്ട, ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കാം. തീർച്ചയായിട്ടും സാറിന് അതിന് ഞാൻ ഏർപ്പാടാക്കി. ശരത് സാർ, അപ്പൊ എപ്പോഴും പ്രാർത്ഥിച്ചാ മതി. ഒരു ഫോട്ടോ എടുക്കണം എന്റെ കൂടെ. ആ എന്താ അപ്പൊ എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് ഒരു തവണ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശരത് സാർ.